നമസ്കാരം. വരും ദിവസങ്ങളിൽ നെഗറ്റീവ് മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഡെൽറ്റ കോർപ്പ്. ഡെൽറ്റ കോർപ്പ് കഴിഞ്ഞ ദിവസം 0.60% ഇടിഞ്ഞ് 149 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 4000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 14.65, ഡിവിഡൻഡ് ഈൽഡ് 0.84%. 52 വീക്ക് ഹൈ 259, 52 വീക്ക് ലോ 122. ഡെൽറ്റ കോർപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ മോശമായ ക്വാർട്ടർലി റിസൾട്ടാണ്. അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 59% ഇടിഞ്ഞു. 84 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 34 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. റവന്യൂ ഇയർ ഓൺ ഇയറിൽ 15.58% ഇടിഞ്ഞു. 277 കോടിയിൽ നിന്നും റവന്യൂ 234 കോടിയിലേക്ക് ഇടിഞ്ഞു. ഡെൽറ്റ കോർപ്പ് പ്രധാനമായും 3 ബിസിനസ് ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഒന്ന് കാസിനോ ആൻഡ് ഓൺലൈൻ ഗെയിമിംഗ്, രണ്ടാമത്തേത് സ്കിൽ ഗെയിമിങ്ങും, മൂന്നാമത്തേത് ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിലും. ഈ രണ്ട് സെഗ്മെൻറ്റിൽ, അതായത് കാസിനോ ആൻഡ് ഓൺലൈൻ ഗെയിമിംഗ് സെഗ്മെൻറ്റിലും സ്കിൽ ഗെയിമിംഗ് സെക്ടറിലും കമ്പനിയുടെ പെർഫോമൻസ് മോശമാവുകയും റവന്യൂ ഇടിയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കാസിനോ ആൻഡ് ഓൺലൈൻ ഗെയിമിംഗ് സെഗ്മെൻറ്റിൽ കമ്പനിയുടെ റവന്യൂ 18% ഇടിഞ്ഞ് 222 കോടിയിൽ നിന്നും 181 കോടിയിലേക്ക് എത്തി. ഓൺലൈൻ സ്കിൽ ഗെയിമിംഗ് സെക്ടറിൽ കമ്പനിയുടെ റവന്യൂ 9% ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞ് 39.13 കോടിയിലേക്ക് എത്തി. അതേസമയം ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിൽ ഫ്ലാറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും 13.74 കോടി രൂപയുടെ റവന്യൂ കമ്പനി നേടുകയും ചെയ്തു. കമ്പനിയുടെ എബിറ്റ ഇയർ ഓൺ ഇയറിൽ 45% ഇടിഞ്ഞ് 102 കോടിയിൽ നിന്നും 55.5 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 37.4% നിന്നും 23.9% എത്തുകയും ചെയ്തു. ഇപ്രാവശ്യം ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി 9% റവന്യൂ അഡീഷണൽ റവന്യൂ സെഗ്മെൻറ്റിൽ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ അഡീഷണൽ റവന്യൂ 11.65 കോടിയിൽ നിന്നും 12.73 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസിൽ 4% വർധനവുണ്ടായി. ടോട്ടൽ എക്സ്പെൻസ് 189 കോടിയിൽ നിന്നും 195 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഇനി ക്വാർട്ടർ ടു ക്വാർട്ടർ നമ്മൾ ഡെൽറ്റ കോർപ്പിൻ്റെ പെർഫോമൻസ് താരതമ്യപ്പെടുത്തിയാൽ അവിടെയും പ്രോഫിറ്റിൽ ഇടിവാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ സെപ്റ്റംബർ ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 69.44 കോടിയായിരുന്നു. അവിടെ നിന്നും പ്രോഫിറ്റ് 50% ഇടിഞ്ഞാണ് 32 കോടിയിലേക്ക് പ്രോഫിറ്റ് എത്തിയത്. ഒന്ന്, കമ്പനിയുടെ പെർഫോമൻസ് മോശമാണ്. കൂടാതെ കമ്പനിക്ക് വളരെ വലിയ ഒരു തുക GST ടാക്സ് ഇനത്തിൽ നൽകാനുമുണ്ട്. ഇവിടെ കൽക്കട്ട GST ഇൻ്റലിജൻസിൻ്റെയും ഹൈദരാബാദ് GST ഇൻ്റലിജൻസിൻ്റെയും കണക്ക് പ്രകാരം ഏകദേശം 16,822 കോടി രൂപയാണ് കമ്പനിക്ക് GST ഇനത്തിൽ നൽകാനുള്ളത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 150 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്നു. അവിടെ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 149 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ മോശം ക്വാർട്ടർലി റിസൾട്ട് ആയതുകൊണ്ട് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബ്രേക്ക് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ സ്റ്റോക്ക് ആദ്യം 140-141 എന്ന സോണിലേക്കായിരിക്കും എത്തുക. അവിടെ നിന്നും വീണ്ടും കറക്ഷൻ തുടരുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ 125 എന്ന ലെവലിലേക്കും എത്തിയേക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് SRF കഴിഞ്ഞ 3 വർഷമായി അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ്. 3 വർഷം കൊണ്ട് SRF 1% റിട്ടേൺ മാത്രമാണ് നൽകിയത്. ലോങ് ടൈമിൽ, അതായത് 5 വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ അവിടെ നമുക്ക് 464% റിട്ടേൺ കാണാൻ സാധിക്കും. കഴിഞ്ഞ 1 മാസം കൊണ്ട് സ്റ്റോക്ക് 5%-നടുത്ത് നെഗറ്റീവ് റിട്ടേണും 6 മാസം കൊണ്ട് സ്റ്റോക്ക് 1%-നടുത്ത് റിട്ടേണുമാണ് നൽകിയത്. 68,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.53, ഡിവിഡൻഡ് ഈൽഡ് 0.35%. ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി SRFനെ ഡൗൺഗ്രേഡ് ചെയ്യുകയും 2,140 രൂപയുടെ ടാർഗറ്റ് നൽകിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ദിവസം സ്റ്റോക്ക് 2%-ലേറെ ഇടിഞ്ഞത്. SRFന് 14% ഡൗൺ സൈഡിലുള്ള ഒരു ടാർഗറ്റാണ് ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി നൽകിയത്. ഇനി ജെഫ്രീസ് SRFൻ്റെ ടാർഗറ്റ് ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള പ്രധാന കാരണം വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൽ വീക്ക്നെസ് ഡിമാൻഡാണ്. കൂടാതെ റെഫ്രിജറേഷൻ ഗ്യാസ് സെഗ്മെൻറ്റിലും കമ്പനിക്ക് അത്ര മികച്ച നേട്ടം നേടാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജെഫ്രീസ് സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തത്. ഇതോടൊപ്പം തന്നെ സ്റ്റോക്ക് ഇന്നത്തെ ദിവസം 2%-ഓളം ഇടിയുകയും കഴിഞ്ഞ 2 മാസം കൊണ്ട് 5%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ നൽകുകയും ചെയ്തു.
റീസെൻ്റ്ലി SRFുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പോസിറ്റീവ് ന്യൂസ് കാണാൻ സാധിച്ചിരുന്നു. കമ്പനി 536 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അലൂമിനിയം ഫോയിൽ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ആരംഭിച്ചു എന്നുള്ള അപ്ഡേറ്റ് ആയിരുന്നു. ഇവിടെ കമ്പനി അതിൻ്റെ ബിസിനസ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്യുകയും ഉയർന്ന രീതിയിലുള്ള അക്വിസിഷനും അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നടത്തുന്നുണ്ട്. അതേസമയം എൻ്റയർ കെമിക്കൽ സെക്ടർ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുകയും എൻ്റയർ കെമിക്കൽ സെക്ടറിൽ തന്നെ സ്പെഷ്യാലിറ്റി കെമിക്കൽസിൻ്റെ ഡിമാൻഡ് കുറയുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് SRF എന്ന സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുന്നത്. ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി SRFനെ ഡൗൺഗ്രേഡ് ചെയ്തെങ്കിലും JM ഫിനാൻഷ്യൽ എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും വരുന്ന ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 3040 എന്ന ടാർഗറ്റിലേക്ക് എത്താനുള്ള സാധ്യതയെക്കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ കമ്പനിയുടെ ഗ്രോത്ത് പ്ലാൻസും ലോങ് ടൈം ഓപ്പർച്യൂണിറ്റീസിനും മുന്നിൽ കണ്ടാണ് JM ഫിനാൻഷ്യൽ ഒരു വർഷത്തേക്ക് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനും 3050 രൂപയുടെ ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. SRF എന്ന സ്റ്റോക്കിന് 2500 എന്ന ലെവലിൽ നിന്നും പ്രൈസ് റിജക്ഷൻ വരികയും സ്റ്റോക്ക് 2300-നടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നിന്നും സ്റ്റോക്ക് ചിലപ്പോൾ ഇടിഞ്ഞ് 2050, 2100 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തിയേക്കാം. കഴിഞ്ഞ 3 വർഷം കൊണ്ട് സ്റ്റോക്ക് 2050-നും 2700-നും ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ റേഞ്ച് 2050, 2500 തുടങ്ങിയ റേഞ്ചുകൾക്കിടയിലാണ്. ഇപ്പോഴും സ്റ്റോക്ക് 2500-ൽ നിന്നും ഇടിഞ്ഞ് 2300-നടുത്തെത്തി. ഇവിടെ നിന്നും 2100, 2050 തുടങ്ങിയ സപ്പോർട്ട് സോണുകളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.